ഹായ് ഫ്രണ്ട്സ്, അതീവ രുചികരമായ BDF ഉണ്ടാക്കാം. BDF അഥവാ ബഫല്ലോ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം നല്ല വലിയ പീസുള്ള ബീഫ് കഷ്ണങ്ങൾ ഒരൽപ്പം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് 5-8 വിസിൽ വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അത് നീളത്തിലുള്ള പീസായിട്ട് അരിഞ്ഞെടുക്കണം. വെന്തതിന് ശേഷമാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പം ആദ്യം ഇടേണ്ടത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട് വീണ്ടും നമ്മൾ മസാലക്കൂട്ടുകൾ ചേർത്ത് വറുത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ പീസെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ട്, സീക്രട്ട് കൂട്ട് എടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. അതിനുശേഷമാണ് കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർക്കണം. എന്നുവെച്ചാൽ വറുത്തെടുക്കുമല്ലേ നമ്മൾ. കോൺഫ്ലോറും ചേർത്ത് ഉപ്പും ഇട്ട് ഒരു നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. മസാലക്കൂട്ടിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ വേവിച്ച ബീഫിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാനുള്ളതാണ്. അത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരല്പം നേരം എടുത്ത് വയ്ക്കുക. പറ്റുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കണം. അതാണ് ഇതിൻ്റെ സീക്രട്ട് റെസിപ്പി. ചില്ലി ഫ്ലേക്സ് ചേർത്ത് കഴിഞ്ഞാൽ കാണാനും ഒരു ലുക്ക് ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് വറുത്തെടുക്കുക. അതിനോടൊപ്പം അവസാനമായി നമുക്ക് കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് എന്നിവയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവറും കിട്ടും, ടേസ്റ്റും കിട്ടും. കേരളത്തിലുള്ള ബാറുകളിലും ചില റെസ്റ്റോറൻറ്റുകളിലും മാത്രം കിട്ടുന്ന BDF അതീവ രുചികരമായി നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവസാന പൊടിക്കൈയായ കറിവേപ്പിലയും വറമുളകും കുറച്ച് പച്ചമുളകും എല്ലാം കൂടെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് ഒരല്പം തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അതീവ രുചികരമായ ബഫല്ലോ ഡ്രൈ ഫ്രൈ അഥവാ BDF എന്ന ഷോർട്ട് നാമത്തിൽ അറിയപ്പെടുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും ഒരു ഷെയറും കുറച്ച് കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. താങ്ക്